ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ലെബനിൽ വ്യോമാക്രമണം നടത്തിയെന്ന വാർത്ത വരുന്നു. ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കരാർ അനുസരിച്ച് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഹമാസിനെ മുഴുവൻ ആക്രമിച്ച് കൊലപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി വന്നു. അദ്ദേഹം അങ്ങനെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ വിട്ടുകൊടുത്ത പലസ്തീനികളുടെ മൃതശരീരങ്ങളിൽ മർദ്ദിച്ചതിൻ്റെ പാടുകളുണ്ടെന്ന് UN സെക്രട്ടറി ജനറൽ പറയുന്നു. ഈ അവസരത്തിൽ BP ജെയിംസ് ചേർന്നു. BP ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. ഒരു നിശ്ചയമില്ലേ ഒന്നിനും ഇന്ന് കവി പറഞ്ഞ പോലെയാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് കാര്യം. ഇന്നലെ എന്ത് പറയും അതിന്റെ ഘടകവിരുദ്ധമായിട്ട് ഇന്ന് പറയും. സാധാരണ പറയില്ലേ, കാലല്ലേ മാറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ. വാക്കും പഴയ ചാക്കും എന്ന ആൾക്കാർ പറയും. അതെ, പഴയ ചാക്കിന്റെ അവസ്ഥയാണ്. PPയുടെ നിലപാട് എങ്ങനെ? വാക്ക് മാറ്റുന്നവരെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം ഇല്ല SKN. ഇല്ല. പിന്നെ രാഷ്ട്രീയത്തിൽ അത് ആയാറാം ഗയാറാം എന്ന് പറഞ്ഞ് അതെ അതെ. PP വാക്ക് മാറ്റുന്നതിൽ എക്സ്പെർട്ട് ആണോ? PP വാക്ക് മാറ്റുന്നതിൽ എക്സ്പെർട്ട് ഒരിക്കലും ഇല്ല. ഇല്ല. ഞങ്ങളുടെ നാട്ടിലെ വാർത്തയിലേക്ക് SKN, ഞങ്ങളുടെ നാട്ടിലുണ്ട് വാക്ക് മാറിയാൽ അച്ഛൻ മാറുന്നതാണ്. അച്ഛൻ മാറുന്നതിന് അതുപോലെയുള്ള പ്രയോഗങ്ങളുണ്ട്. കാരണം അത്രയും കൃത്യമായിരിക്കും മാറാൻ പറ്റില്ല. വേറെ സാധനം കൂടി ഉണ്ട് SKN. അഭിപ്രായം ഇരുമ്പോലയ്ക്ക് അല്ല എന്നുള്ള അഭിപ്രായം CV കുഞ്ഞിരാമൻ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ്. വാർത്തയിലേക്ക്. ഓക്കെ SKN, ഈ ട്രംപിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത്. ഈ ഡൊണാൾഡ് ട്രംപ് ആധുനിക രാഷ്ട്രീയത്തിലെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇന്നലെ ട്രംപ് പറഞ്ഞത് ഹമാസ് അത്യാവശ്യം ഈ ഗസയിൽ അടിച്ചു വെക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അവിടെ അരാജകത്വമായിരിക്കുമെന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെ നിലപാട് മുഴുവൻ മാറ്റിയിരിക്കുന്നു. ഇനി ഹമാസ് ആൾക്കാരെ കൊന്നാൽ വിവരറിയും, നിങ്ങളെ ഞങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തും എന്ന് ഹമാസിന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്, അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ട്രംപ്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞതനുസരിച്ച് ട്രംപിൻ്റെ നിലപാടുകളിൽ മണിക്കൂറുകൾ വെച്ച് മാറ്റം വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് കാണുന്നത്. എന്തായാലും SKN, ഇസ്രായേൽ ഗസയിൽ വെടി നിർത്തൽ ഉണ്ടാക്കിയെങ്കിലും തൊട്ടടുത്ത രാജ്യമായ ലെബനനിലേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി ആൾക്കാർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അതിനവർ പറയുന്ന ന്യായീകരണം ഹെസ്ബുള്ള വീണ്ടും ആയുധശേഖരം നടത്തുന്നു, അത് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. പക്ഷേ ഹെസ്ബുള്ളയെ ആക്രമിച്ചതിനെതിരെ ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട്, വേറെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടുത്തെ ലെബനൻ്റെ പ്രസിഡന്റ് തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നവംബറിൽ ലെബനോനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തിയതാണ്, കരാറുണ്ടാക്കിയതാണ്, യുദ്ധം അവസാനിപ്പിച്ചതാണ്. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഈ മനോഹരമായിട്ടുള്ള താഴ്വരകളുള്ള ലെബനനിൽ കയറി ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണമായിട്ട് വന്നിട്ടുള്ളത്. ഇസ്രായേലിനെ ആരെങ്കിലും ആക്രമിക്കാൻ കിട്ടണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ യമൻ്റെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുന്നുണ്ട്, ലെബനനിലുണ്ട്. എന്തായാലും ഗസയിൽ വെടിനിർത്തലാണെങ്കിലും 3 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ ഏരിയയിലേക്ക് അതിക്രമിച്ച് വന്നവരെയാണ് വെടിവെച്ച് വീഴ്ത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന് ഈ തോക്കുകൾ ചപ്പിക്കാതിരിക്കാൻ പറ്റില്ല, യുദ്ധവിമാനങ്ങൾ പറക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണുള്ളത്. SKN, എന്തായാലും ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ളതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 2ാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഹമാസ് നിരായുധീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഗസയിൽ ഇറങ്ങുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ വരട്ടെ, ഹമാസിനെ നിലയ്ക്ക് കൊണ്ടുവരാം എന്ന് തന്നെയാണ് ഇപ്പോഴും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ SKN വന്നിട്ടുള്ള വളരെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ മൃതശരീരങ്ങൾ, 45 പേരുടെ മൃതശരീരങ്ങൾ ഇസ്രായേൽ ജയിലിൽ നിന്ന് ഗസയിലേക്ക് അതുപോലെ വെസ്റ്റ് ബാങ്കിലേക്കും വിട്ടുകൊടുത്തിരുന്നു. അതിൽ നല്ലൊരു ശതമാനം പേരുടെയും മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ല. നേരിട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചതിൻ്റെ പാടുകളുണ്ട്, ഒപ്പം തന്നെ അവരെ ഭീകരമായി മർദ്ദിച്ചതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വലിയ രീതിയിലുള്ള പീഡനം ഇസ്രായേൽ ജയിലുകളിൽ ഈ പലസ്തീൻ തടവുകാർക്കുണ്ടായി എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് തന്നെ പറയുന്നു. ഇത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്, ഒരു യുദ്ധ നിയമങ്ങളുടെയൊക്കെ ലംഘനമാണെന്ന് UN സെക്രട്ടറി ജനറൽ പറഞ്ഞിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു BP ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.